2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെസ്ല സിഇഒ ഇലോൺ മസ്കുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് 24-ന്റെ അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 മണിക്കാണ് മോദി ട്രംപിൻ്റെ നിർണായകമായ കൂടിക്കാഴ്ച നടക്കുക. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മധു, പ്രൈം ടൈമിലേക്ക് താങ്കൾക്കും സ്വാഗതം. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെഎൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇത് 4ാമത്തെ രാഷ്ട്രത്തലവനാണ് അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സുപ്രധാനമായ പല കൂടിക്കാഴ്ചകളും മോദിയുമായിട്ടുണ്ട്. എലോൺ മസ്കുമായിട്ട് ഉള്ള കൂടിക്കാഴ്ച വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇരു രാജ്യങ്ങളും കാണുന്നത്. ഇന്ന് 4 മണിക്ക് പ്രാദേശിക സമയം 4 മണിക്കാണ് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഇന്ത്യയിൽ പുലർച്ചെ 2:30-ക്കായിരിക്കും ഇത്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഈ മീറ്റിംഗിൽ ഉണ്ടാകും. ഈ മീറ്റിംഗിന്റെ അജണ്ട ഏതാണ്ട് തീരുമാനിച്ചെന്നുള്ള വിവരങ്ങളാണ് വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി കുറയ്ക്കുക എന്നുള്ളതായിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ ഏതാണ്ട് 40 ബില്യണോളം വ്യാപാര കമ്മിയുണ്ട്. അത് മാത്രമല്ല, കാർഷിക വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുവാൻ ഇന്ത്യ സഹകരിക്കണമെന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെക്കും. എന്നാൽ ഇന്ത്യ മുന്നോട്ട് വാഗ്ദാനം ചെയ്യുന്നത് ഈ തീരുവ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രധാന വിഷയമാണ്. ഇന്ന് നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയ്ക്ക് മുന്നേ തന്നെ ഒരു തീരുമാനം വരാനുള്ള സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ഡൊണാൾഡ് ട്രംപും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ, അതുപോലെ കെമിക്കൽ, അതുപോലെ മെഡിക്കൽ മേഖലയിലെ തീരുവ 1 ഡസനോളം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ കുറയ്ക്കുവാനുള്ള സന്നദ്ധത കാണിക്കും. ആഗോളതലത്തിൽ തന്ത്രപ്രധാനമായ പ്രതിരോധ മേഖലയിലുള്ള പങ്കാളിത്തം ഇരു രാജ്യങ്ങളും ഉറപ്പുവെക്കാനുള്ള സാധ്യതയും ഈ യോഗത്തിൽ ഉണ്ടാകും. ഇന്ന് അത്താഴ വിരുന്നിന് ശേഷം അതിനു മുമ്പ് മാധ്യമങ്ങളെ കണ്ട് ഇരു നേതാക്കളും ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുകയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. മധു, എന്നെ കണ്ടപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ? അത് അമേരിക്കയിൽ ഇപ്പോൾ മോർണിംഗ് ആണ്, അതുകൊണ്ടാണ്.